എന്റെ അമ്മ ജീവനോടെ ഉണ്ട്. ഞാൻ അമ്മയെ കൊണ്ടുവരും. ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുൻപ് കൊല്ലപ്പെട്ടെന്ന് കരുതുന്ന കലയുടെ മകന്റെ വാക്കുകൾ കേട്ടാൽ ആരുടെയും ഉള്ളു നീറും. നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് ആ 16-കാരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. അവൻ 1 വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ടതാണ് അമ്മയെ. അച്ഛൻ പിന്നീട് വേറെ വിവാഹം കഴിച്ചു. അമ്മയില്ലാതെ വളർന്ന അവൻ ഇപ്പോൾ +2 വിദ്യാർത്ഥിയാണ്. അവന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വന്തം അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തിയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ ജയിലിലായാൽ പിന്നെ ആരുണ്ട് അവന് സ്വന്തമെന്ന് പറയാൻ? നാടകീയമായ കലാകൊലക്കേസിൽ എന്താണ് ഇനി സംഭവിക്കുക? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആലപ്പുഴ മാന്നാർ സ്വദേശികളായ അനിൽകുമാറും കലയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പിന്നീട് ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായി. അതിനിടെയാണ് വിദേശത്തേക്ക് ജോലി തേടി അനിൽകുമാർ പോയത്. 2009 അവസാനം അയാൾ അവധിക്ക് നാട്ടിലെത്തി. അപ്പോഴേക്കും ബന്ധുക്കളിലാരോ കലയ്ക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്ന കഥ ഭർത്താവിന്റെ ചെവികളിലെത്തിച്ചു. ഈ സംശയമാണ് കല എന്ന യുവതിയുടെ കൊലപാതകത്തിന് കാരണമായത്. 2009 ഡിസംബർ ആദ്യ ആഴ്ചയാണ് കൊലപാതകം നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കലയുമായി ബന്ധമുണ്ടായി എന്ന് സംശയിക്കുന്ന കുട്ടമ്പേരൂർ സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു. കല കൊല്ലപ്പെട്ടത് മാന്നാർ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണെന്നും കൃത്യത്തിൽ അനിൽകുമാർ ഉൾപ്പെടെ 4 പ്രതികൾക്കും പങ്കുണ്ടെന്നും എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നു. അവളൊരു തെറ്റും ചെയ്തില്ലല്ലോ. ഇവന്മാരിങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കയറി പിന്നെ ഇവന്മാർ നടന്നതല്ലേ. ഇത്രയും വർഷം ഞങ്ങളുടെ കൂടെ ഒക്കെ നടന്നതല്ലേ. ഇങ്ങനെ എനിക്കും ഇതില്ല, ഒരു ടെൻഷനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ? അമ്മ ജീവനുണ്ട്, അത് എനിക്കും അറിയാം. അതാണ് ഞാൻ ഒന്ന് പറയുന്നത്. ഞാൻ നോക്കട്ടെ, ഇറ്റാൻ തപ്പി കൂടെ തപ്പി ഞാൻ എന്തെല്ലാം കിട്ടിയോ? മുടി കിട്ടി, അത് കിട്ടി, ഇത് പടി ബാത്റൂം എന്തെങ്കിലും പെണ്ണുങ്ങളെ യൂസ് ചെയ്യാനാണല്ലോ അങ്ങോട്ടല്ലേ പോകുന്നു. അതെന്ത് ചെയ്യുന്നു? 2009 ഡിസംബർ ആദ്യ ആഴ്ച രാത്രി തട്ടാറമ്പലത്തിനും മാന്നാറിനും ഇടയ്ക്കുള്ള വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കല കൊല്ലപ്പെട്ടത് എന്നാണ് നിഗമനം. ഭർതൃഗൃഹത്തിൽ നിന്ന് പോയ കല എറണാകുളത്ത് ജോലി ചെയ്തു വരികയായിരുന്നു. 1.5 മാസത്തിനു ശേഷം ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ അനിൽകുമാർ കലയെ എറണാകുളത്ത് പോയി കാണുകയും കൂട്ടിക്കൊണ്ടുവരികയുമായിരുന്നു. യാത്രാമധ്യേയാണ് കൊലപാതകം. കലയ്ക്ക് കുട്ടമ്പേരൂർ സ്വദേശിയുമായി ഉണ്ടായിരുന്ന ബന്ധമാണ് പ്രകോപനത്തിന് കാരണം. അനിൽകുമാർ വിദേശത്തായിരുന്ന സമയത്ത് കലയുമായുള്ള ബന്ധത്തെ തുടർന്ന് ഇയാളെ കേസിലെ 4ാം പ്രതിയും അനിൽകുമാറിന്റെ സഹോദരനുമായ പ്രമോദ് മർദ്ദിച്ചിരുന്നു. കലയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അനിൽകുമാറിനെ പ്രമോദ് അറിയിക്കുകയും ചെയ്തു. കുട്ടമ്പേരൂർ സ്വദേശിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കേസിലെ മറ്റു പ്രതികളായ ജിനു, സോമൻ, പ്രമോദ് എന്നിവർ കലയുടെ മൃതദേഹം കാണുന്നത് മാന്നാർ ആയിക്കര ജംഗ്ഷനിൽ വെച്ചാണ്. കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ തന്നോട് പറഞ്ഞെന്നും മൃതദേഹം കണ്ടെന്നും മുഖ്യസാക്ഷിയും പരാതിക്കാരനുമായ സുരേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബോഡി മറവ് ചെയ്യാനുൾപ്പെടെ അനിൽകുമാറിനെ സഹായിച്ചെന്ന് അറസ്റ്റിലായ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത് മാരുതിക്കാറിലാണെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നു. 2ാം പ്രതി ജിനു കൊലപ്പെടുത്തിയ സ്ഥലം കാണിച്ചു നൽകാമെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കഴുത്തു ഞെരിച്ചാണ് കൊലപാതകമെന്ന് നിഗമനമെങ്കിലും കൃത്യത്തിനായി ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയം റിപ്പോർട്ടിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ പ്രതികളെ ശേഷം ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 8 ദിവസത്തെ കസ്റ്റഡിയിലാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 6 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. 8ാം തീയതി വരെ കസ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, ഇതെല്ലാം എന്താ പറയുക, ഒരു ചെയിൻ പോലെ കണക്ട് ചെയ്യപ്പെടേണ്ടതായ കാര്യമാണ്. ഇല്ലേ? സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്
ഡയറക്റ്റ് എവിഡൻസ്, ഇതെല്ലാം ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കണ്ടെത്തേണ്ടതായ കാര്യമാണ്. ഇതുവരെ ആരെങ്കിലും എന്താ പറയുക ഈ ആളിനെ കൊല്ലുന്നതായി കണ്ടു, അല്ലെങ്കിൽ ആരെങ്കിലും ഇയാൾ ബോഡി എടുത്തുകൊണ്ട് പോകുന്നതായി കണ്ടു, അല്ലെങ്കിൽ ഇയാൾ ഈ സംശയിക്കപ്പെടുന്നതായ ഇസ്രായേലിലുള്ള ആൾ ഈ പ്രതി ഇത് ബോഡി മറവ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇങ്ങനൊന്നും യാതൊരുവിധ ഇതൊരു അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. പോലീസ് ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരേണ്ടത്. അതതിന്റെ വഴിക്ക് ബാക്കിയുള്ള കാര്യത്തിൽ. അനിൽകുമാറിന്റെ വീട്ടിൽ ഇന്നും പോലീസ് നടത്തിയ പരിശോധനയിൽ അനിലിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി, ആധാർ കാർഡ് ഉൾപ്പെടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങുന്ന രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. 15 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത ഒരു തിരോധാന കേസ്, അത് കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുന്നു. FIR ഇട്ട് പ്രതികളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നു. എന്തായാലും ഈ കൊലപാതക കേസ് കൊലപാതകമാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. അതുകൊണ്ട് തന്നെ കേസിലെ 1-ാം പ്രതി അനിൽകുമാറിനെ വിദേശത്തു നിന്നും എത്തിക്കേണ്ട ചുമതലയും ബാധ്യതയും പോലീസുണ്ട്. അതിന് എംബസി വഴിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മാത്രമല്ല, അനിൽകുമാറിന്റെ കുടുംബത്തിൽ സമ്മർദ്ദം ചെലുത്തി അനിൽകുമാറിന്റെ തിരിച്ചുവരവ് വേഗത്തിലാക്കാനുള്ള നടപടികളും പോലീസ് കൈക്കൊള്ളുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ KP ധനേഷിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18.